വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ കർത്താവിൻ്റെ ഉള്ളത്തിൽ പറയുകയാണ്. ദിലീപുമായിട്ട് ബന്ധപ്പെട്ട് ആരാണോ യേശുവിൻ്റെ നാമത്തിലെ കുടുംബത്തെ കർത്താവ് തൊടുന്നതായിട്ട് പറയുന്നു. ഇപ്പോൾ തന്നെ കർത്താവ് ആ മകനെ കർത്താവ് സ്പർശിക്കുന്നല്ലോ. ആ ഭവനത്തിൻ്റെ മേലുള്ള ശൂന്യമായ എല്ലാ അവസ്ഥകളെയും നീക്കി ദൈവം ഒരു സാക്ഷ്യമായ കർത്താവ് തീർക്കാൻ വേണ്ടി പോകുന്നു പറയുന്നു. സൂമിലോ ലൈവിലോ ഇന്ന് ആ ഭവനം ഇന്ന് എന്നെ കേൾക്കുന്നുവെങ്കിൽ പറയാൻ വേണ്ടിയാണ്. എന്റെ സിസ്റ്ററിന്റെ മകനാരാ? മോനാണ് ബിസിനസ് ഇട്ടായിരുന്നു. മകനോ? ഈ നവംബർ മാസമായിട്ട് ബന്ധമുള്ള നവംബർ മാസമായിട്ട് ബന്ധമുള്ളത് ആരാ യേശുവിന്റെ നാമത്തിൽ? ഇന്ന് നവംബർ മാസത്തിലാണ് അവന്റെ ഭാര്യ എന്റെ മോള് ജനിച്ചത്. ഈ ദിലീപ് എന്ന് പറഞ്ഞ ആളുടെ ഭാര്യ അതെന്റെ മോളാണ്. മോളെ ഭർത്താവാൻ മോള് ജനിച്ചത് നവംബർ മാസത്തിലാണ്. യേശുവിന്റെ നാമത്തിൽ ഇന്ന് മകനെ കർത്താവ് തൊടുക കേട്ടോ. കർത്താവ് അവൻ ആള് മാറിയവനെ പോലെ ആകാൻ വേണ്ടി പോവാണ്. യേശുവിന്റെ നാമത്തിൽ സകല പ്രതികൂലങ്ങളും നീങ്ങി ദൈവത്താൽ ഇന്ന് സാക്ഷ്യമായി തുറക്കാൻ വേണ്ടി പോകുന്നു. യേശുവേ നന്ദി കർത്താവേ. പരിശുദ്ധാത്മാവേ ഞങ്ങളുടെ വലിയ പ്രവൃത്തികളെ കർത്താവ് ഇന്ന് ചെയ്യുന്നില്ല അപ്പ. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ് ഇന്ന് കർത്താവ് ആലോചന കൊണ്ട് ദൈവം ഉറപ്പിക്കുന്നല്ലോ അപ്പ. നന്ദി പിതാവേ. എന്നെ കർത്താവ് മറ്റൊരു ഭവനത്തെ ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുക. ഞാൻ ആ ഭവനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയത്ത് ഞാൻ കാണുന്നൊരു കാഴ്ച, ഒരു കാതിലെ കമ്മലിങ്ങനെ ഊരിയിട്ട് ഒരു വ്യക്തിക്ക് അത് കൊടുക്കുന്നതായിട്ടൊരു കാഴ്ച കർത്താവ് എന്നെ കാണിക്കുക. ആ കൊടുക്കുന്ന വ്യക്തി ഞാനിങ്ങനെ കാണുന്നത് ഊരിയിട്ട് ആ വ്യക്തിക്ക് അത് കൊടുക്കുന്ന സമയത്ത് ആ വ്യക്തിക്ക് അത് കൊടുത്തു. പക്ഷെ കൊടുത്തതിന് ശേഷം തിരിച്ചത് ഒരു തവണ കിട്ടി. പിന്നീട് കുറച്ച് കൊടുക്കൽ വാങ്ങലുകൾ ആ വ്യക്തിയുമായിട്ട് നടന്നു. സാമ്പത്തികമായിട്ട് പലതും ഇന്ന് വലിയൊരു കുരുക്ക് പോലെ കിടക്കുവാണ്. അത് അങ്ങോട്ടുമില്ല ഇങ്ങോട്ടുമില്ലാത്ത രീതിയിൽ ബ്ലോക്കായി നിൽക്കുന്ന ഒരു വ്യക്തിയെ കർത്താവ് എന്നെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. യേശുവിൻ്റെ നാമത്തിൽ ഈ രണ്ടുപേരുടെ നടുവിൽ എസ് എന്ന് പറയുന്ന പേരിൻ്റെ ആരംഭം കർത്താവ് എന്നെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. യേശുവിൻ്റെ നാമത്തിൽ കർത്താവ് പറയുന്ന കൊടുക്കൽ വാങ്ങൽ നിമിത്തം ഉണ്ടായിട്ടുള്ള ചില കുരുക്കുകൾ ഇപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ കുടുംബങ്ങൾ വിട്ട് മാറിപ്പോകുന്നെന്ന് പറയുന്നു. ആ വ്യക്തി ആരാണോ യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ഇന്ന് സ്വീകരിച്ചാട്ടെ. നിങ്ങളുടെ മേലുള്ള കുരുക്കിന്, സാമ്പത്തിക കൊടുക്കൽ വാങ്ങൽ നിമിത്തം ഉണ്ടായ കുരുക്കിന് ഇപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ അത് മാറിപ്പോകുന്നു. ദൈവത്താൽ ഒരു അത്ഭുതകരമായ പ്രവൃത്തിക്ക് വേണ്ടി ഞങ്ങളത് വേർതിരിക്കുന്നു. സൂമിലോ ലൈവിലോ ഇന്ന് ആ വ്യക്തി എന്ന് കേൾക്കുന്നുവെങ്കിൽ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ നാമേൻ പറഞ്ഞ് സ്വീകരിച്ചോണം. നഷ്ടപ്പെട്ടത് മടങ്ങി വരാൻ വേണ്ടി പോവാം. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ എന്ന് ബ്ലസ് ചെയ്യുന്നപ്പ. താങ്ക് യു ഹോളി സ്പിരിറ്റ്. പറയാൻ വേണ്ടിയാണ് സിസ്റ്റർ മ്യൂട്ട് മാറ്റിയത്. എല്ലാരും മൈക്ക് മ്യൂട്ട് ചെയ്താ പറയാനുള്ള സൗകര്യം അല്ലാതെ അല്ലാതെ എല്ലാരെയും മ്യൂട്ട് ചെയ്യേണ്ടി വരും. അപ്പൊ നമുക്കൊന്നും കേൾക്കാൻ പറ്റാതെ വരും. പറഞ്ഞു. മകന്റെ മോന്റെ ബർത്ത്ഡേ നവംബറില. തലമുറ ഇല്ലാതെ വിഷമിക്കുക. അപ്പം അത് ഞങ്ങൾ ഏറ്റെടുക്കും. ആമേൻ. ബാക്കി എല്ലാരും മൈക്ക് മ്യൂട്ട് ചെയ്തേ. നന്ദി കർത്താവേ, നന്ദി യേശുവേ. താങ്ക് യു ഹോളി സ്പിരിറ്റ്. പരിശുദ്ധാത്മാവിന്റെ വലിയ കൃപയ്ക്കായി നന്ദി പറയുന്നപ്പ. ദൈവാത്മാവിന്റെ വലിയ പ്രവൃത്തിക്കായി നന്ദി പറയുന്നപ്പ. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ നിന്ന് ബ്ലസ് ചെയ്യുന്നപ്പ. കർത്താവെ ഞങ്ങളുടെ വലിയ മഹത്വം എന്ന് അങ്ങ് വെളിപ്പെടുത്തുന്നല്ലോ. താങ്ക് യു ജീസസ് ക്രൈസ്റ്റ്. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ നിന്ന് പ്രാർത്ഥിക്കുന്നപ്പ. ഞാൻ ഇന്നൊരു വ്യക്തിയെ കർത്താവ് എന്നെ കാണിക്കുകയാണ്. അതായത് ആ വ്യക്തിയുടെ ജീവിതത്തിന്റെ അകത്ത് മിനിഞ്ഞാന്ന് പറഞ്ഞ ഇന്നലെയല്ല, ഇന്നേക്ക് 2 ദിവസം പുറകോട്ട് ആ കുടുംബത്തിന്റെ അകത്ത് ഒരു മകളുമായിട്ട് ബന്ധപ്പെട്ട് ഈ ദിവസങ്ങളിൽ ബർത്ത്ഡേയുടെ ഒരു സെലിബ്രേഷൻ നടന്നൊരു ഭവനത്തെ കർത്താവ് എന്നെ കാണിക്കുകയാണ്. അവിടെ ഇപ്പോഴും അതുമായിട്ട് ബന്ധപ്പെട്ട് ബർത്ത്ഡേയുടെ ബന്ധപ്പെട്ട് മേടിച്ച പല സാധനങ്ങളും ഞാൻ കാണുന്നത് എങ്ങനെയാണ്, ആ ഹോളിൽ കിടപ്പുണ്ട് പലതും. മിനിഞ്ഞാന്നാണ് ആ കാഴ്ച കർത്താവ് എന്നെ കാണിക്കുന്നത്. ആ ഒരു മോളുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു സെലിബ്രേഷൻ എന്ന് പറഞ്ഞിട്ട് കേക്ക് മുറിച്ച് ഇരിക്കുന്ന ഒരു കാഴ്ചയാണ് ആ കുടുംബത്തെ കർത്താവ് എന്നെ കാണുന്നത്. ഇപ്പം ഞാൻ ലൈവായിട്ട് അത് കാണുന്നത് ഇങ്ങനെയാണ്. എൻ്റെ ചില കാര്യങ്ങൾ ആ ഭവനത്തിൽ ഇപ്പോഴും കിടപ്പുണ്ട്. ഞാൻ ആ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയത്ത് 2010 മുതൽ ഈ ഒരു സമയം വരെയും പല ജീവിതത്തിൻ്റെ അകത്ത് സന്തോഷങ്ങൾ നഷ്ടപ്പെട്ടു പോയൊരു ഭവനമാണ്. യേശുവിൻ്റെ നാമത്തിൽ വലിയൊരു നീറുന്ന വേദനയുമായിട്ടാണ് ആ ഭവനത്തിൽ വ്യക്തി ഇരിക്കുന്നത്. ഇപ്പോൾ ആ യേശുവിൻ്റെ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു.
ആ കുടുംബത്തിന്റെ മേൽ പ്രതികൂലമായി നിൽക്കുന്ന സകല വിഷയങ്ങളും ഇന്ന് സാക്ഷ്യമാകാൻ വേണ്ടി പോവാന്ന് കർത്താവ് പറഞ്ഞു. 2010 മുതൽ ഈ ഒരു സമയം വരെയും തടസ്സങ്ങളായി നിന്നത് ഇപ്പോൾ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ അത് അത്ഭുതമായി തീർന്നെന്ന് പറയുന്നു. ആ വ്യക്തിയുമായി ബന്ധപ്പെട്ടത് ആരാണോ സൂമിലോ ലൈവിലോ എന്നെ കേൾക്കുന്നുവെങ്കിൽ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഇന്ന് സ്വീകരിച്ചാട്ടെ. കർത്താവിന്റെ വലിയ പ്രവൃത്തി അവിടെ തുറക്കുവാണ്. അത്ഭുത സാക്ഷ്യം ഇന്ന് തുറക്കുകയാണ്. യേശുവിന്റെ നാമത്തിൽ ഞാൻ റിലീസ് ചെയ്യുന്നപ്പാ. കർത്താവെ അങ്ങ് തൊടുന്നല്ലോ, അങ്ങ് ബ്രദറെ അത്ഭുതം ബ്രദറെ പറഞ്ഞു ബ്രദറെ ഞാൻ പറഞ്ഞു കേക്കത്തില്ല. ബ്രദറെ, എന്റെ മോടെ ബർത്ത്ഡേ ആയിരുന്നു മിനിഞ്ഞാന്ന് 14th. മിനിഞ്ഞാന്ന് ഈ പറഞ്ഞ പോലെയാണ് സ്റ്റേ കേട്ടതെല്ലാം കേട്ടത് അടയാളം. 2010 എന്റെ ഹസ്ബൻഡിന്റെ ബൈപ്പാസ് കഴിഞ്ഞതാണ്. ഉം. അത് കഴിഞ്ഞിട്ട് ശാരീരിക പ്രശ്നങ്ങളുണ്ട്. ഈ മിനിഞ്ഞാന്നാണോ സെലിബ്രേഷൻ നടന്നത് മോളുടെ? മീൻസ് കേക്ക് മുറിച്ചതൊക്കെ? ആക്ച്വലി മോൾ ഇവിടെ ഇല്ല, മോൾ ഓസ്ട്രേലിയയിലാണ്. മോൾ അവിടെ കേക്ക് മുറിച്ച് ഫോട്ടോയൊക്കെ അയച്ചു തന്നിട്ടുണ്ട്. 14th മെയിലായിരുന്നു മോളുടെ ബർത്ത്ഡേ. യേശുവിന്റെ നാമത്തിൽ ഇത് ഏറ്റെടുത്തോണം. കർത്താവ് ഇന്ന് 2010 മുതൽ ഉണ്ടായിരുന്ന ചില പ്രതിസന്ധിയെ ഇപ്പോൾ യേശുവിന്റെ നാമത്തിൽ ഇന്ന് ആ ഭവനത്തിൽ നിന്ന് മാറ്റിവിടുന്നു. ആ മോൾ എവിടെയാണോ ഉള്ളത്, ഈ കേക്ക് മുറിച്ച ഇവൻ സെലിബ്രേറ്റ് ചെയ്ത മോൾ എവിടെയാണോ ഉള്ളത്, ആ ഭവനത്തിൽ ആ വ്യക്തിയുടെ മേൽ വലിയൊരു ദൈവപ്രവൃത്തി സംഭവിക്കാൻ വേണ്ടി പോവാണ്. യേശുവിന്റെ നാമത്തിൽ കർത്താവിന്റെ സാക്ഷ്യം എന്നവിടെ തുറക്കുന്നതിന് നന്ദി പറയുന്നപ്പാ. നന്ദി യേശുവേ, നന്ദി കർത്താവേ. ഞങ്ങൾ ഇപ്പോൾ തന്നെ ഇന്ന് പ്രാർത്ഥിച്ച് ബ്ലസ് ചെയ്യുന്നപ്പാ. ഓ യേശുവേ, നന്ദി കർത്താവേ. അതോടൊപ്പം തന്നെ കർത്താവ് എന്നെ ഒരു അനിലും അതേ കുടുംബത്തിൽ അനിലും അജയനുമുള്ള ഒരു ഭവനത്തെ കർത്താവ് എന്നെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ രണ്ട് വ്യക്തികളുമായി കണക്ട് ചെയ്ത് കർത്താവ് ഒരു സ്ഥലത്തെ കർത്താവ് എന്നെ കാണിക്കുന്നു. അതിൻ്റെ മേലുള്ള ചില കുരുക്കുകൾ ഇപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ അനിലും അജയനെ കാണിക്കുന്നത്. യേശുവിൻ്റെ നാമത്തിൽ അത് വിട്ടുമാറുന്നു. ആ കുടുംബത്തിൻ്റെ മേൽ ദൈവത്തിൻ്റെ സമാധാനത്തെ കർത്താവ് ചെയ്യുവാൻ വേണ്ടി പോകുന്നു. കർത്താവെ, ഞങ്ങൾ ആ കുടുംബത്തിന് വേണ്ടി ഇന്ന് അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുമ്പോൾ കർത്താവിൻ്റെ സമാധാനവും സ്വസ്ഥതയും ആ കുടുംബത്തിൻ്റെ മേൽ വാഴുന്നല്ലോ. സകല പ്രതികൂലങ്ങളും ഇപ്പോൾ തന്നെ നീങ്ങുന്നല്ലോ. യേശുവിന്റെ നാമത്തിൽ ആ വ്യക്തികളുമായി ബന്ധപ്പെട്ടത് ആരാണോ, ഏത് ഭവനമാണോ, ഇപ്പോൾ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ അതിനെ ഏറ്റെടുത്താട്ടെ. കർത്താവ് എന്ന ഭവനത്തിന്റെ മേൽ വലിയൊരു സാക്ഷ്യത്തെ ഇപ്പോൾ തുറക്കാൻ വേണ്ടി പോകുന്നു. സകല പ്രതിസന്ധികളും ഇപ്പോൾ യേശുവിന്റെ നാമത്തിൽ നീങ്ങിപ്പോകുന്നപ്പ നന്ദി കർത്താവേ. അങ്ങയുടെ വലിയ മഹത്വം പറഞ്ഞു പറഞ്ഞു ഹലോ ബ്രദറെ, എന്റെ മക്കളാണ് ബ്രദറെ, 2 തലമുറകൾ, അനിലും അജിത്തും. അജയ് എന്നുള്ളതാരാ? അജയൻ. അജയനാണ്. അനിലും അജിത്തും എന്റെ 2 മക്കളാണ്. അനിലും അജയൻ എന്നുള്ളൊരു ഭവനമാണ്. ഇന്ന് ആ ഭവനത്തെയാണ് കർത്താവിന് സ്പർശിക്കാൻ വേണ്ടി പോകുന്നത്. അനിലും അജയൻ എന്നാണ് കാണിക്കുന്നത്. യേശുവിന്റെ നാമത്തിൽ ആ ഭവനവുമായിട്ട് ബന്ധപ്പെട്ടത് ആരാണോ അവരുടെ മേൽ ഞാൻ കാണുന്ന ഒരു കാഴ്ച. ബ്രദറെ, അത് എന്റെ അങ്കിളിന്റെ മക്കളാണ്, അനിലും അജയും. ഈ പറഞ്ഞ 2 ആൾക്കാര് അതെ അതെ അതെ. ഞാൻ കാണിച്ചത് അവരുടെ ഒരു സ്ഥലവുമായിട്ട് ബന്ധപ്പെട്ട് വലിയൊരു കുരുക്ക് അവരുടെ ജീവിതത്തിൽ കിടപ്പുണ്ട്. ഈ ദിവസങ്ങളിൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചോണം. അവരുടെ വിളിച്ചു പറയണം. ആ സ്ഥലത്തിന്റെ അകത്ത് അവർ നിൽക്കുന്ന ഒരു സ്ഥലത്തിന്റെ അകത്തുമായിട്ട് ബന്ധപ്പെട്ട് അതിനെ അവരുടെ ജീവിതത്തിന്റെ അകത്ത് നിരാശകളെയും പരാജയങ്ങളെയും ഇട്ട് സ്വസ്ഥത കൊടുക്കാത്തൊരു വിഷയമുണ്ട്. ആ കുടുംബത്തിന് മേൽ ദൈവത്തിന്റെ സമാധാനം ഉണ്ടാകുമെന്ന് പറയുന്നു. യേശുവിന്റെ നാമത്തിൽ അവരെ വിളിച്ചിപ്പോ തന്നെ പറഞ്ഞു കേട്ടോ. അവർക്ക് ഇത് അയച്ചു കൊടുക്കണം. കർത്താവ് അത് സാക്ഷ്യമാക്കി മാറ്റും, അത്ഭുതമാക്കി മാറ്റും. യേശുവിന്റെ നാമത്തിൽ തന്നെ. ഗോഡ് ബ്ലസ് യു സിസ്റ്റർ. നന്ദി കർത്താവേ, നന്ദി പിതാവേ. പരിശുദ്ധാത്മാവെ, ഞങ്ങളുടെ വലിയ ശക്തിക്കായി നന്ദി പറയുന്നു, വലിയ കൃപയ്ക്കായി നന്ദി പറയുന്നു. ഈ നിമിഷം ഞങ്ങളത് തുറന്നു പ്രാർത്ഥിക്കുന്നപ്പോ സകല പ്രതികൂലങ്ങളും നീങ്ങട്ടെ, സകല പ്രതികൂലങ്ങളും നീങ്ങട്ടെ. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ബ്ലസ് ചെയ്യുന്നപ്പ കർത്താവെ, ഞങ്ങളിപ്പോൾ ഓരോ വ്യക്തികളെയും അനുഗ്രഹിക്കുന്നപ്പ ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. യേശുവിൻ്റെ നാമത്തിൽ നിന്ദകൾ മാറട്ടെ. ഞാൻ ഒരു വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയത്ത് എൻ്റെ ഉള്ളത്തിൽ ഇങ്ങനൊരു വാക്ക് പറയാണ്. ഈ അക്ബർ എന്ന് പറയുന്ന
ഒരു ട്രാവൽ അതുമായിട്ട് ബന്ധപ്പെട്ട് ഒരു ഏജൻസിയുമായിട്ട് ബന്ധപ്പെട്ട് അവരുടെ ജീവിതത്തിൻ്റെ അകത്ത് ബ്ലോക്കായി കിടക്കുന്ന ചില മേഖലകളെ ഇന്ന് ഈ ഒരു സമയത്ത് അതിന് വലിയൊരു ഡെലിവറൻസ് സംഭവിക്കുന്നു എന്ന് പറയുന്നു. ആ വ്യക്തി ഈ ദിവസങ്ങളിൽ നിരാശപ്പെട്ടിരിക്കുകയാണ്. ഞാൻ കാണുന്നൊരു കാഴ്ച, ഈ 4 മാസമായിട്ട് അതിൻ്റെ അകത്ത് വലിയൊരു ചോദ്യചിഹ്നമായിട്ട് നിൽക്കുന്ന ഒരു പ്രശ്നമാണ്. ഇന്ന് ഇതിൻ്റെ മേൽ വലിയൊരു പ്രവൃത്തിയെ കർത്താവ് അയക്കാൻ വേണ്ടി പോകുന്നു എന്ന് പറയുന്നു. യേശുവിൻ്റെ നാമത്തിൽ അതിനെ സ്വീകരിച്ചാട്ടെ. സകല തടസ്സങ്ങളും നീങ്ങി ദൈവത്താൽ ഒരു പ്രവൃത്തിയെ കർത്താവ് അവിടെ ചെയ്യുവാൻ വേണ്ടി പോകുന്നു എന്ന് പറയുന്നു. യേശുവിൻ്റെ നാമത്തിൽ ഞാൻ ബ്ലസ് ചെയ്യുന്നപ്പ. കുരുക്കുകൾ പൊട്ടട്ടെ, സകല പ്രതികൂലങ്ങളും യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോവട്ടെ. ദൈവത്താൽ ആ നന്മയായി തുറക്കട്ടെ കർത്താവ്. ഞങ്ങളിന്ന് പ്രാർത്ഥിച്ച് ഇന്ന് ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. ആലോചന ഈ സൂമിൽ ഇടപെടുന്നവർ മാത്രം നിങ്ങൾ മ്യൂട്ട് മാറ്റിയാൽ മതിയെ. യൂട്യൂബിലോ മറ്റ് ലൈവിലോ കാണുന്നവരെങ്കിൽ ആ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് യേശുവിൻ്റെ നാമത്തിൽ സ്വീകരിച്ചോണം. ആ യാത്രകളുടെ തടസ്സങ്ങളെ നീക്കി ദൈവം രാജ്യങ്ങളുടെ നന്മ തുറക്കാൻ വേണ്ടി പോകുന്നു. നഷ്ടപ്പെട്ടു പോയ നന്മകൾ മടങ്ങി വരാൻ വേണ്ടി പോകുന്നു. ഞങ്ങളിത് റിലീസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നപ്പ അത്ഭുത സാക്ഷ്യമായി തീരട്ടെ. എല്ലാ പ്രതികൂലങ്ങളും മാറട്ടെ. ഞങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ ബ്ലസ് ചെയ്യുന്നപ്പ. നന്ദി പിതാവേ, നന്ദി കർത്താവേ. അങ്ങയുടെ സാക്ഷ്യമായി ഓരോ വ്യക്തികളുടെ ജീവിതവും മാറട്ടെ കർത്താവേ. യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് ബ്ലസ് ചെയ്യുന്നപ്പ. പരിശുദ്ധാത്മാവേ, അങ്ങ് തുറക്കുന്ന എല്ലാ വഴികൾക്കുമായിട്ട് നന്ദി പറയുന്നു. നന്മയായി തീരട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ഞാൻ ഇന്ന് ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നപ്പ. ഓരോ വ്യക്തികളെയും ഇന്ന് ബ്ലസ് ചെയ്യുന്നപ്പ. ഓരോ വ്യക്തികളുടെയും ജീവിതത്തെ ഇന്ന് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നപ്പ. ഇന്ന് ഈ ആലോചനകൾ കേൾക്കുന്ന ഓരോ വ്യക്തികളുടെ ജീവിതത്തെ തുറന്നു പ്രാർത്ഥിക്കുന്നപ്പ. അത്ഭുത സാക്ഷ്യമായി തീരട്ടെ. അത്ഭുത സാക്ഷ്യമായി തീരട്ടെ. അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ. ആമേൻ. കർത്താവ് നമ്മളെ ഏവരെയും സഹായിക്കുമാറാകട്ടെ. വലിയ പ്രവൃത്തികളാൽ സ്വർഗത്തിലെ ദൈവം നമ്മളെ ഓരോരുത്തരെയും നിറയ്ക്കുന്നല്ലോ. വൻ കാര്യങ്ങളെ കർത്താവ് നമുക്ക് വേണ്ടി ചെയ്യുന്നല്ലോ. നമുക്ക് പ്രാർത്ഥനയോടെ തന്നെ ദൈവസന്നിധിയിൽ മുന്നോട്ട് പോകാം. ഈ സമയത്ത് സാക്ഷ്യങ്ങളുള്ളവരുണ്ടെങ്കിൽ, ആലോചന ഇടപെട്ടവരും മറ്റ് സൗഖ്യങ്ങൾ ലഭിച്ചവരും ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് പറയാനുള്ള അവസരമാണ്. ചുരുക്കം വാക്കുകളിൽ നിങ്ങളുടെ സാക്ഷ്യങ്ങൾ